അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ ആദ്യത്തെ മുസ്ലിം മേയറായി സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെടുന്നു. എന്താണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് അന്ത്യകാലത്തിൽ അമേരിക്കയുടെ മേൽ ക്വയറ്റായിട്ടുള്ള സാവകാശത്തിലുള്ള ഒരു ഇസ്ലാമിക് ടേക്ക് ഓവർ ആണോ? എന്താണ് നമുക്കൊരു ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ബൈ ദ വേ, നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യണം. ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇപ്രകാരമുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഞാൻ ആ ടെലഗ്രാം ചാനലിലായിരിക്കും ന്യൂസും ഇമേജസും ക്ലിപ്സായിട്ടുള്ള രീതിയിലും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ബൈബിൾ പ്രവചനം, പ്രത്യേകിച്ച് അന്ത്യകാല ബൈബിൾ പ്രവചനമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അന്ത്യകാലത്ത് അനേക രാജ്യങ്ങൾ പവർ പൊളിറ്റിക്സിൽ ഉൾപ്പെട്ടിരിക്കും. ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ പവർ പൊളിറ്റിക്സ്. പക്ഷേ അതിലെ ഒരു രാഷ്ട്രമായി അമേരിക്കയെ കാണുന്നില്ല. അമേരിക്ക എന്ന ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു രാജ്യം നമ്മൾ ഇന്നെങ്ങനെയാണോ അമേരിക്കയെ കാണുന്നത് അതുപോലത്തെ ഒരു സ്ഥിതിയിൽ അന്ത്യകാലത്ത് നമ്മൾ കാണുന്നില്ല. ബൈബിൾ പ്രവചന പ്രകാരം നമ്മൾ യൂറോപ്പ്, റഷ്യ, ചൈന, അറബ് അലയൻസ്, പിന്നെ ഓഫ് കോഴ്സ് ഇസ്രയേൽ, ഇവരെ എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്. ബൈബിൾ ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള കാലത്തോളം ഇസ്രയേൽ എന്ന രാഷ്ട്രവും ഇസ്രയേൽ എന്ന ജനതയും ഉണ്ടാവും. അത് ദൈവം തന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ അമേരിക്കയെ നമ്മൾ കാണുന്നത് ചരിത്രം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ സൂപ്പർ പവർ. പക്ഷേ എന്നാൽ പോലും അതിനെ അന്ത്യകാലത്ത് ആ ഒരു ഇത്രയും നാളും നമ്മൾ കണ്ട ആ സ്ഥിതിയിൽ കാണുകയില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. എസെക്കിയേൽ 38 അധ്യായത്തിൽ നമ്മൾ ഇസ്രായേലിന് എതിരെ കടന്നു വരുന്ന ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ കാര്യങ്ങൾ അവിടെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതിൽ ഈ ഗോഗിൻ്റെ സൈന്യത്തിനെതിരെ നിയന്ത്രണം അല്ലെങ്കിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ അമേരിക്ക ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നതോ അല്ലെങ്കിൽ ഗോഗിൻ്റെ സൈന്യത്തെ അറസ്റ്റ് ചെയ്ത് നിർത്തുന്നതായിട്ടോ ഒന്നും നമ്മളവിടെ കാണുന്നില്ല. ബൈ ദ വേ, ഞാൻ മറ്റൊരു സന്ദേശത്തിൽ ഈ എഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ, പ്രത്യേകിച്ച് അത് 7 വർഷത്തെ മഹോദരവ കാലത്തിൻ്റെ ആദ്യത്തെ ആ 3.5 വർഷത്തിൻ്റെ അവസാന ഭാഗത്തേക്കായിരിക്കും ആ സംഭവം സംഭവിക്കുന്നത്. എഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു സന്ദേശം ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അമേരിക്കയുടെ ആ കൊളാപ്സ്, അമേരിക്ക ലോകത്തിൻ്റെ പവർ പൊളിറ്റിക്സിൽ ആ ഒരു അന്ത്യകാലത്തിൻ്റെ ആ സമയത്ത് കാണാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടായേക്കാം. ചിലപ്പോൾ ഒരു സോഷ്യൽ കൊളാപ്സ്, സാമൂഹികമായിട്ടുള്ള ഒരു കൊളാപ്സ്, പിന്നെ ധാർമ്മികമായിട്ടുള്ള അധപതനം, പിന്നെ റാപ്ചർ ഓഫ് ദ ചർച്ച്, കോടാനുകോടി ആളുകളെ കർത്താവിൻ്റെ ആ മധ്യാകാശത്തെ പ്രത്യക്ഷപ്പെടലിൽ എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാക്വം എന്നിങ്ങനെ പല കാരണങ്ങളുണ്ടായേക്കാം. അപ്പം നമ്മൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ കാണുമ്പോൾ ആ അമേരിക്കയുടെ അധപതനത്തിലേക്കുള്ള ആ പാത കുറച്ചും കൂടെ ക്ലിയറായി വരികയാണ്. എപ്രകാരമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാം. ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യത്തെ മുസ്ലിമാണ് ആ ഒരു പോസ്റ്റിലിരിക്കുന്നത്. തനിക്ക് 34 വയസ്സേ ഉള്ളൂ. താനൊരു മുസ്ലിമാണ്. ശക്തമായിട്ടുള്ളൊരു ഇസ്രായേൽ വിരോധിയാണ്. തനിക്ക് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുമായിട്ടെല്ലാം കണക്ഷനുണ്ട്. തൻ്റെ ആദർശം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആദർശമാണ്. താൻ ഉഗാണ്ടയിലാണ് ജനിച്ചതും വളർന്നതും. താൻ 2018 അമേരിക്കൻ സിറ്റിസണുമാകുന്നു. താൻ ബേസിക്കലി ഒരു റാപ്പറായിരുന്നു. തനിക്ക് ഇതുവരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എക്സ്പീരിയൻസുമില്ല, ഒരു പരിചയ സമ്പത്തുമില്ല ഒരു ലീഡറായിരുന്നതിലുള്ള. എന്നിട്ടും അമേരിക്കയുടെ ഏറ്റവും വലിയ നഗരവും ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ സിറ്റിയുടെ മേയറായിരിക്കുകയാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് മംദാനിയെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വായിക്കാം. അപ്പോൾ താൻ മനസ്സിലാക്കിയത്, ഒത്തിരിയും ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചൊന്നും പണിയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവർക്കെല്ലാം ആവശ്യമാണ്, കാര്യങ്ങളെല്ലാം വേണം. എന്നാൽ പോലും അവരതിനായിട്ട് ഒന്നും പ്രവർത്തിക്കുന്നുമില്ല, ഒരു ജോലിയും ചെയ്യുന്നുമില്ല. താനും അപ്രകാരമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ താൻ എന്താണ് പ്രോമിസ് ചെയ്തത്, വാഗ്ദാനമൊക്കെ കൊടുത്തത്? Here is what we stand for, my friends. We are going to freeze the rent for more than 2 million rent-stabilized tenants and use every resource at our disposal to build housing for everyone who needs it. We are going to eliminate the fare on every single bus line.
അപ്പോൾ അതാണ് റെൻറ്റുകളൊക്കെ ഫ്രീസ് ചെയ്യുക, ബസ് ടിക്കറ്റ്സൊക്കെ ഒഴിവാക്കുക, പിന്നെ സകലർക്കും വളരെ ചീപ്പായിട്ടുള്ള രീതിയിലുള്ള ഹൗസിംഗ് ഭവനങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ താൻ അതിനെങ്ങനെയാണ് ഇനി അതിനൊക്കെയുള്ള കാര്യങ്ങൾ പണം കണ്ടെത്തുന്നത്? പ്രിഡോമിനൻ്റ്ലി വൈറ്റ് നെയ്ബർഹുഡ്സ്, വെള്ളക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളിലെ പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിപ്പിക്കണം. അതാണ് താൻ പരസ്യമായിട്ടും പറഞ്ഞത്. അപ്പോൾ താനൊരു കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, ഇസ്ലാമിസ്റ്റ് സിമ്പതൈസർ മാത്രമല്ല, ആൻറ്റി ഇസ്രായേൽ വിരോധിയും മാത്രമല്ല, അതിൻ്റെ കൂടെ താനൊരു റേസിസ്റ്റ്, ഒരു വർഗീയവാദിയും കൂടെ. പക്ഷെ തൻ്റെ ആ ട്രാക്ക് റെക്കോർഡിൽ ഒത്തിരിയും റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. റെക്ലെസ് ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ഫ്രീബീസ്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ചിലവിലെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. പിന്നെ പോലീസിനെ ഡീഫണ്ട് ചെയ്യണം. പിന്നെ കെയർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭീകര സംഘടനകളുമായിട്ടൊക്കെയുള്ള രീതിയിലുള്ളൊരു കണക്ഷൻസ്, വളരെ ശക്തമായി ഇസ്രയേലിനെ എതിർക്കുക. പിന്നെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം താൻ പറയുന്നത് ഹമാസിൻ്റെ യുദ്ധം അത് ജസ്റ്റിസ് ഉള്ള ഒരു യുദ്ധമാണെന്നും ഹമാസ് ആയുധങ്ങളൊന്നും താത്തുവെക്കണ്ടെന്നും ഒക്കെ. യു സി, അമേരിക്ക എന്തല്ലയോ അതെല്ലാമാണ് ഈ മംദാനി. തൻ്റെ പിതാവിൻ്റെ ആൻറ്റി അമേരിക്കൻ നിലപാട് ഒന്ന് നോക്കി. For the Nazis, this was the inspiration. Hitler realized two things. One, that genocide was doable. It is possible to do genocide. That's what Hitler realized. Second thing Hitler realized is that you don't have to have a common citizenship. You can differentiate between people. The Nuremberg laws were patterned after American laws. Anyway, the US put Indians in reservations. The US invented the model. കണ്ടോ, താൻ എങ്ങനെയാണ് അമേരിക്കൻ ചരിത്രവും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ എല്ലാം ഫോൾസിഫൈ ചെയ്ത് പറയുന്നത്. അതായത് സത്യമായിട്ടുള്ള കാര്യത്തെ വ്യാജമായിട്ടുള്ള രീതിയിൽ താൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ 11, 2001 ഇസ്ലാമിക് ഭീകരർ അമേരിക്കയെ ആക്രമിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്നതിൻ്റെ ആ ഒരു സംഭവത്തിന് വെറും 24 വർഷങ്ങൾക്ക് ശേഷം ഇത് അതേ ന്യൂയോർക്ക് സിറ്റിയിൽ സംഭവിക്കുക. ഇത് കുറച്ച് നാൾ മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഇതിവിടെ സംഭവിച്ചു? ഈ മംദാനിയുടെ സപ്പോർട്ടേഴ്സിൽ 62% ആളുകൾ ഫോറിൻ ബോണാണ്, മറ്റ് രാജ്യങ്ങളിൽ ജനിച്ചവരാണ്. അമേരിക്കയിൽ ജനിച്ച വോട്ടേഴ്സിൽ നല്ലൊരു പങ്കും തൻ്റെ എതിരാളികളെ, അതായത് മറ്റ് കാൻഡിഡേറ്റ്സിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും അമേരിക്കയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് മാറി തുടങ്ങി. മംദാനിക്ക് ഇറാൻ്റെയും സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണമെങ്കിൽ ലണ്ടനെ ഒന്ന് നോക്കി. വളരെ വലിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു നഗരം. പക്ഷേ അവിടുത്തെ പകുതിയിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഫോറിൻ ബോണാണ്, മറ്റ് രാജ്യങ്ങളിൽ ജനിച്ചവരാണ്. ആൻഡ് അവിടെ ജനിക്കുന്ന ആൺകുട്ടികളിൽ അവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല പേര് ഇപ്പോൾ കോമൺ ആയിട്ട് അവിടെ കാണുന്നത് മുഹമ്മദ്. 2016 സദീഖ് ഖാൻ എന്ന് പറഞ്ഞ മുസ്ലിം സോഷ്യലിസ്റ്റ് ലണ്ടൻ്റെ മേയറായി. അതിനുശേഷം ഇപ്രകാരമുള്ള സീനുകൾ വളരെ കോമൺ ആയിരുന്നു ലണ്ടനിൽ. We're on the same side, bro. No, we're not. Yes, we are, bro. നിങ്ങൾ ശ്രദ്ധിച്ചോ, അക്കൂട്ടത്തിലെ ഒരു ലെഫ്റ്റിസ്റ്റ് തൻ്റെ ആ ഒരു സ്പീക്കർ ഉപയോഗിച്ച് മറ്റ് ഒരു ഇസ്ലാമിക് മാസ്കൊക്കെ ഇട്ട ഒരാളോട് പറയുകയാണ്, അതായത് ആ മാസ്ക് ഇട്ട ആൾ അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ് നമ്മളെല്ലാവരും ഒരേ പക്ഷത്താണ്. അപ്പോൾ ആ മാസ്ക് ഇട്ട ഇസ്ലാമിസ്റ്റ് പ്രതികരിക്കുക, അല്ല, നാം ഒരേ ഒരു പക്ഷത്തിലല്ല. ഇത് അമേരിക്കയിലുള്ള ലെഫ്റ്റിസ്റ്റ് ചിന്താഗതിയുള്ളവർ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിതിനെ കാണുന്നത് ദിസ് ഈസ് എ ക്വയറ്റ് ഇസ്ലാമിക് ടേക്ക് ഓവർ ഓഫ് അമേരിക്ക. അമേരിക്കയുടെ മേൽ ശാന്തമായിട്ടുള്ള ഒരു ഇസ്ലാമിക് ടേക്ക് ഓവറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കുള്ള രീതിയിൽ ഇമ്മിഗ്രേഷൻ വഴി കയറും. യൂറോപ്പ് ഓൾറെഡി തകർന്നു. ഇപ്പോൾ അമേരിക്കയിലും അത് നമ്മൾ കണ്ടു തുടങ്ങി. മുസ്ലിംസ് മറ്റ് ഗവൺമെൻറ് സ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ ഇലക്റ്റും ചെയ്യപ്പെടുന്നു. അമേരിക്കയിലെ ചെറുപ്പക്കാർ വിചാരിക്കുന്നത് സോഷ്യലിസം കമ്മ്യൂണിസവും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണെന്ന്.
അമേരിക്കയെ സ്ഥാപിച്ച പിതാക്കന്മാർ അവരെല്ലാ കാലത്തും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫ്രീഡം, അതായത് എല്ലാവർക്കും തുല്യ അവസരങ്ങളും സ്വാതന്ത്ര്യത്തിനും നിലകൊണ്ടവരാണ്. ആ സ്വാതന്ത്ര്യത്തെയാണ് ഇങ്ങനെയുള്ളവർ മുതലെടുത്ത് ആ രാജ്യത്തിനുള്ളിൽ പ്രവേശിച്ച് ആ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ നശിപ്പിക്കുവാനായിട്ടൊരു രീതി തുടങ്ങുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പൗരന്മാർക്ക് സിറ്റിസൺഷിപ്പ്, പൗരത്വം കൊടുക്കുമോ? ഇനി അപ്രകാരമുള്ള ഏതെങ്കിലും ഇസ്ലാമിക് രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പൗരന്മാർ അവിടുത്തെ ഗവൺമെൻറ്റിലുള്ള ഓഫീസുകളിൽ ഇരിക്കുവാൻ അനുവദിക്കുമോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ അനുവദിക്കുമോ? ഇല്ലല്ലോ. ലുക്ക്, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡെല്യൂഷൻ, വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഓർപ്പിച്ചല്ലോ, അമേരിക്കയുടെ മേലുള്ള ക്വയറ്റ് ഇസ്ലാമിക് ടേക്ക് ഓവറും. ഈ മംദാനിയുടെ ഇന്റേൺസിലെ ഒരാൾ പരസ്യമായിട്ടുള്ള രീതിയിൽ മീഡിയയിൽ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. And the true believer knows that none of this is in vain, that this is all jihad, that this is all ibadah, and that this is all counted for by Allah subhanahu wa ta'ala. And so the conversation of doxing, the conversation of getting arrested and suspended, I think it's time for Muslims to start to say, all right, so what? Do what you want. I'm gonna do what I gotta do, because it's about time to do that. And I know everybody has their own families and has an education and everything. It's just a question. We don't want to get doxxed, and we don't want to get suspended, and we don't want to get arrested. How gangsta are you? That's just my question. How much are you willing to do it? And I know everyone has their own risk levels, but at the end of the day, that's a question to ask ourselves. How committed am I to this? To what extent of my personal material gains am I willing to sacrifice for this bigger noble cause? And subhanAllah, I truly believe that when your heart is in the right place, if you get suspended, if you get doxxed, because it's bound to happen when you're doing a righteous cause and when you're doing something for the sake of Allah here in the West, it will never ever be in vain. And the true believer does not fear that, because the true believer knows that the akhirah is a promise. You see, അതാണ് അവരുടെ ലക്ഷ്യം, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫിഡൽസ്, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത എല്ലാവരുടെയും നാശം. കുറച്ചാൾ മുമ്പ് ഇവർ ഇപ്രകാരമുള്ള കാര്യം പബ്ലിക്കായിട്ട് പറയത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവരത് പറഞ്ഞു തുടങ്ങി. അവർക്ക് അവരുടെ ആ ശരിയ നിയമത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ മംദാനിയുടെ ഈ ന്യൂയോർക്കിൻ്റെ ആ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കിയാൽ, ആദ്യം ഒരു മേയർ ചെയ്യാൻ പോകുന്നത് ഒരു പോലീസ് ചീഫിനെ അപ്പോയിൻ്റ് ചെയ്യും. അതായത് ഈ മേയറിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിക്കുന്ന ഒരു പോലീസ് ചീഫിനെ അപ്പോയിൻ്റ് ചെയ്യും. അത് ഓൾറെഡി ഡിയർബോൺ മിഷിഗണിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങളൊന്ന് നോക്കി. അവർ പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തും, മിലിറ്ററിയിൽ മാറ്റങ്ങൾ വരുത്തും, കാര്യങ്ങൾ ശരിയയുടെ ആ ഒരു ദിശയിലേക്ക് തന്നെ നീങ്ങും. മുസ്ലിം ബ്രദർഹുഡ് ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ ബാൻഡാണ്, പക്ഷേ ന്യൂയോർക്കിൽ ബാൻഡല്ല. ഇൻഫാക്ട് ന്യൂയോർക്ക് ഭരിക്കുന്നത് ഇപ്പോൾ അവരാണ്. ആൻഡ് അവർ അത്രയും കൂടെ അവരുടെ ആ സാന്നിധ്യവും അവരുടെ ആ ഒരു അസേർട്ടീവ്നെസ്സും ഇൻക്രീസ് ചെയ്യും എവിടെയെല്ലാമാണോ അവർ ഗവൺമെൻറ് തലത്തിലുള്ള ഓഫീസുകളിൽ ഇലക്റ്റഡ് ആകുമ്പോൾ അവരുടെ ആ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കും. ആൻഡ് അത്രയും കൂടെ അവർ മറ്റ് സ്ഥലങ്ങളിലും ഭരണങ്ങളൊക്കെ പിടിച്ചെടുക്കും. അവർ അധികാരത്തിൽ വരുന്ന സ്ഥലങ്ങളിലെല്ലാം അത് സംഭവിക്കും. അവർക്ക് ക്ഷമയുണ്ട്, പേഷ്യൻസ്. പ്രോഗ്രസീവ് ലിബറലിസം സ്പ്രെഡ് ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ ജുഡീഷ്യൽ സിസ്റ്റം, നീതിന്യായ വ്യവസ്ഥയൊക്കെയും കറപ്റ്റ് ആകുമ്പോൾ ഇങ്ങനെയുള്ളവർ അതിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ അവരുടെ പദ്ധതികൾ നടത്തുവാൻ അവർ വഴികൾ കണ്ടുപിടിക്കും. ആൻഡ് അടുത്ത വർഷത്തെ അമേരിക്കൻ മിഡ് ടേം ഇലക്ഷൻസിൽ ആ കൺസർവേറ്റീവ്സ് ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നില്ല എങ്കിൽ അമേരിക്ക ഈസ് ഗോയിങ് ഡൗൺ. അമേരിക്ക താഴോട്ട് തന്നെ പോവുകയാണ്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഇമ്മിഗ്രൻസ് മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് പോകാത്തത്? അങ്ങനെയുള്ളവർ അമേരിക്ക, യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലൻഡ് ഇപ്രകാരമുള്ള രാജ്യങ്ങളിലേക്ക് മാത്രമാണല്ലോ പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് പോകാത്തത്? ചിന്തിക്കണം. അവർക്ക് അങ്ങനെയുള്ള അറബ് രാജ്യങ്ങളിൽ അതേ ഭാഷ, അതേ കസ്റ്റംസ്, അതായത് ആചാരങ്ങൾ, അതേ മതം, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും സെയിമാണ്. മാത്രവുമല്ല, അങ്ങനെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ഒത്തിരിയും സ്ഥലവുമുണ്ട് ഇങ്ങനെയുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യുവാൻ. എന്നിട്ടും ഇങ്ങനെയുള്ളവർക്ക് ഈ വെസ്റ്റേൺ വാല്യൂസ് ഉള്ള രാജ്യങ്ങളിലേക്ക് മാത്രം പോയാൽ മതി. അവരുടെ ആ സ്ട്രാറ്റജി, അവരുടെ ആ തന്ത്രം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ.
3 steps was immigrate, increase, eliminate. Immigrate as a religious refugee, increase the number of your followers and demand political accommodation, and then eliminate the previous culture. So I was speaking in Detroit area, and afterwards had people come up and visit around the book table, and they were telling me about a lady who had a ministry to pregnant mothers. So she shows up at a Muslim house, has a little present. Well, out of a bedroom comes another pregnant Muslim mom. Out of a bedroom comes another pregnant Muslim mom. Out of a bedroom comes another pregnant Muslim mom, all pregnant by the same man. He's practicing Sharia law in his house. And then someone else says, oh yeah, Fazil bought a bunch of houses on the street, has a wife in each one. Where was this? In Detroit area. The wives go down to the welfare office and say their husband's not around. He goes and visits them, and the more kids they have, the larger the checks get. And he's living like a king at state expense, and all the kids playing in the middle of the street are his children. He's practicing Sharia law on his block. They take over several more blocks, and they vote in the school board. And now they have their Sharia in the schools. And then they take over more blocks. They vote in the police department, fire department. And in Hamtramck, Detroit, they vote in the majority of the city council. They have their minarets, their calls to prayer 5 times a day, no different than Pakistan. So we see the first ones come in as immigrants, and they're nice, and they're so nice. Everybody says they're nice, nothing to fear, let more in, more come in. They gravitate together, form a community. Imam shows up and says, okay, you need to start getting a little more serious about this, more fundamental. Then the burqas start appearing. People say the neighborhood's changing. They move out. More Muslims move in. And then there's always that stickler that says, I refuse to move out. And that's when there's random violence from Muslim youth. And there's no witnesses, because no Muslim family dare testify against another Muslim family on behalf of some kafir infidel that's hanging in the neighborhood. And so eventually they take over the entire neighborhood. And they do this neighborhood by neighborhood, city by city, block by block, until they take over countries. And there's 1,400 years of track record to observe this pattern. So they took over Egypt, which used to be Coptic Christian. They took over Syria, which used to be Christian. They took over all of Turkey, which used to be Christian. Took over all of North Africa, which used to be Christian. They took Spain, held it for 700 years until the Spaniards drove them out. അവരുടെ ആ ഒരു സ്ട്രാറ്റജി കണ്ടോ? ഇമ്മിഗ്രേറ്റ്, ഇൻക്രീസ്, എലിമിനേറ്റ്. അതായത് ആദ്യം റെഫ്യൂജി ആയിട്ടുള്ള രീതിയിൽ കടന്നു വരിക, എന്നിട്ട് എണ്ണത്തിൽ ബയോളജിക്കലായിട്ടുള്ള രീതിയിൽ എണ്ണത്തിൽ പെരുകുക, എന്നിട്ട് അവർ ഏത് ദേശത്തിലാണോ ചെന്നെത്തിയത് ആ ദേശത്തിൻ്റെ കൾച്ചറിനെ ഇല്ലാതാക്കുക. എങ്ങനെയാണ് അവർ ഈജിപ്റ്റ്, ലെബനൻ, സിറിയ, ടർക്കി, നോർത്ത് ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഈ രാജ്യങ്ങളെയെല്ലാം തന്നെ ടേക്ക് ഓവർ ചെയ്തത്? ഈ പറഞ്ഞതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. പക്ഷേ അവിടെയെല്ലാം ഇപ്പോൾ ഇവരുടെ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസും സാന്നിധ്യവുമാണ്. ഈവൻ റീസെൻ്റ്ലി വറ്റിക്കാൻ അപ്പോസ്റ്റോളിക് ലൈബ്രറിക്കകത്ത് മുസ്ലിംസിന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു റൂമും കൂടെ അങ്ങ് കൊടുത്തു. ഞാനിതെല്ലാം കണ്ടപ്പോൾ ഗലാത്യർ 5:9 ഓർത്തുപോയി. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നമ്മൾ പാർക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ യെശയ്യാവ് 5:20 പറയുന്ന അതേ ഒരു സാഹചര്യമാണ്. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇപ്രകാരമുള്ള ദൈവമില്ലാത്ത ഐഡിയോളജീസ്, ചിന്താഗതികളും ധാർമ്മിക അധപതനം ഒക്കെ ഈ അന്ത്യകാലത്ത് സംഭവിക്കുന്നതിൽ യാതൊരു സർപ്രൈസുമില്ല, ഒരാശ്ചര്യമുള്ള കാര്യമല്ല. പക്ഷേ യേശു വ്യക്തമായി പറഞ്ഞു, അവിടുന്ന് വന്നത് നിത്യജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമാണ് യേശു വന്നത്. യോഹന്നാൻ 10:10 പറയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് യേശു കർത്താവിനെ അനുഗമിക്കുക, ഈ ആത്മീക അന്ധകാരത്തിൻ്റെ നടുവിൽ വെളിച്ചമായി ശോഭിക്കുക, സമൂഹത്തിൽ ഉപ്പായി പ്രവർത്തിക്കുക. അതെങ്ങനെയെന്നുള്ളതിൻ്റെ ആ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് അമേരിക്കയിലുള്ളവരോട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുക, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ആൻഡ് കാര്യങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ, ദ റാപ്ചർ ഓഫ് ദ ചർച്ച്, യേശു കർത്താവ് മധ്യാകാശത്തിൽ വന്ന് സത്യസഭയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം ഏറ്റവും അടുത്തു. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഒരുങ്ങിയും കൂടിയിരിക്കാം. അതിനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ അവരെയും സഹായിക്കട്ടെ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും. ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ്. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജോയിൻ ചെയ്യുക. See you on Telegram.
നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.